അസാധാരണ നീക്കമല്ലേ പോലീസിന്റെ? കാരണം പാർട്ടി ദേശീയ ആസ്ഥാനത്തെ കടന്നു വരുന്നു, രണ്ടുപേർക്ക് യൂണിഫോം, ഒരാൾക്ക് യൂണിഫോം ഇല്ല. അപ്പൊ അതൊരു അസാധാരണ നീക്കമായിട്ടല്ലേ കണക്കൂടുന്നത്? എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും എന്ന മട്ടിലാണ്. ഇപ്പൊ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന് പഠിക്കുകയാണെന്ന് തോന്നുന്നു. വെനസ്വേലയിലെ പ്രസിഡന്റിന്റെയും പ്രസിഡന്റ് ഭാര്യയും ഡൊണാൾഡ് ട്രംപ് അയച്ച സൈനികർ പോയി അവിടുത്തെ സുരക്ഷാ ഭടന്മാരെയൊക്കെ വകവരുത്തിയിട്ട് പിടിച്ചുകൊണ്ടുപോയി മാൻഹട്ടനിലെ, അതായത് ന്യൂയോർക്കിലെ ഒരു ജയിലിട്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ഭരണത്തലവനെയാണ്. ഇറാനിലെ ഭരണ നേതൃത്വത്തിൽപ്പെട്ട ഒരുപാട് ആളുകളെ അമേരിക്ക ഇസ്രയേലുമായി ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി ഇറാനിൽ. അതിന്റെ ഒരു ചെറിയ പതിപ്പ് പ്രതിപക്ഷത്തിൽപ്പെട്ടവരെല്ലാം ഈ ഡൊണാൾഡ് ട്രംപിന്റെ മാതൃകയിൽ, ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ചെയ്യുന്നത് പോലെയും ലോകത്തെ പല രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ കടന്നാക്രമണം നടത്തുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ബംഗാളിലെ കോൺഗ്രസിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വഴി BJP ചേർന്നയാളാണ് സുവേന്ദു അധികാരി, അവിടുത്തെ മുഖ്യമന്ത്രി. അയാൾ ഇതുപോലെ ബുൾഡോസർ ഇറക്കിയിട്ട് ജനങ്ങൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതുപോലെ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നിട്ട്, മോഹൻ ഭഗത് ഇതിനകത്തൊരു കക്ഷിയാണ്, RSS തലവൻ മോഹൻ ഭഗത് ഇതിനകത്തൊരു കക്ഷിയാണ്. ബ്രിട്ടാസിനെ എന്നെയൊക്കെ പ്രതികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് RSSന്റെ മുഖപത്രം ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഐഷി ഘോഷം ഉണ്ടാവുക അതിനകത്ത്, ചിലപ്പോൾ ഹിറ്റ് ലിസ്റ്റിനകത്തുണ്ട്.